കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി ഭരണപക്ഷ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുകയാണെന്നും സാബുവിന്റെ മരണത്തിന് കാരണക്കാരായ റൂറൽ സൊസൈറ്റി ജീവനക്കാരെ ജോലിയിൽ തിരിച്ചെടുത്തത് ഇതിന് തെളിവാണെന്നും മേരിക്കുട്ടി പറഞ്ഞു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം മടക്കി കിട്ടാതെ വന്നതോടെയാണ് കഴിഞ്ഞ ഡിസംബർ 20-ന് സാബു തോമസ് ആത്മഹത്യ ചെയ്തത്. ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അപമാനിച്ച് ഇറക്കിവിട്ടെന്ന് വ്യക്തമാക്കിയുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ തിരിച്ചെടുത്തു. ഇത് ഭരണപക്ഷ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുന്നതിന്റെ തെളിവാണെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കേസ് കൊടുക്കും. വെറുതെ വിടരുത്, ഇവരെ വെറുതെ വിടരുത്, ശിക്ഷ തന്നെ കൊടുക്കണം. ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവരെ സസ്പെൻഷനിലായവരിരുന്ന് ജോലി ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ ഈയിടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിന് അവിടെ ചെന്നായിരുന്നു. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഞങ്ങൾ ഇട്ട പൈസ, ഞങ്ങൾ ലോൺ എടുത്ത പൈസ, ഞങ്ങൾ വിഡ്രോ ചെയ്ത പൈസ, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയണം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അന്നേരത്തേക്കും അവിടെ ഇരുന്ന റെജിയും സുജയ് അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരിറങ്ങി ഞങ്ങളെ കണ്ടപ്പോഴത്തേനും പതുക്കെ ഒഴിഞ്ഞു മാറി. അവരെ തിരിച്ചെടുത്ത് ഒട്ടും ന്യായകരമല്ല. കാരണം ഈ ഒരു പാവം മനുഷ്യനെ കൊന്നിട്ട്, കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പീഡിപ്പിക്കുന്ന ഓഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു? തെളിവുകൾ ഹാജരാക്കിയിട്ടും CPM നേതാവ് VR സജിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും മേരിക്കുട്ടി ആരോപിച്ചു. ഞങ്ങളുടെ ജീവിതം തീർത്ത് കളഞ്ഞു. ഒരു തരത്തിലും ഞങ്ങൾക്ക് മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ഞങ്ങളും പിള്ളേരും. ഞങ്ങൾക്ക് ഒരു തരത്തിലും പറ്റാത്ത അവസ്ഥയിലാണ്. പാവങ്ങളുടെ പൈസയിട്ട് എന്തിനു കളിക്കുന്നു? സാബു ആത്മഹത്യാക്കുറിപ്പിൽ VR സജിയുടെ പേരെഴുതിയിട്ടില്ല, അതാണ് കാരണം പറയുന്നത്. പക്ഷേ ഞങ്ങളെ 1.5 വർഷമായിട്ട് ഈ ബോർഡ് മെമ്പേഴ്സും ഉണ്ട്, ഇതിനകത്തെല്ലാം ആൾക്കാരുണ്ട്. അവരെല്ലാം പല രീതിയിലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വീണ്ടും പോലീസിനെ തന്നെ സമീപിക്കാനായിരുന്നു മറുപടി. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം.